ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നിലവിലുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാനും ഒക്കെ പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ ആദരവോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സർ, ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നും എഴുതുന്നു. ഇവിടെ 15 വർഷമായി വീട് പണിത് താമസിക്കുന്നു. ഇപ്പോൾ ആകെ പ്രയാസമാണ്. എനിക്ക് 2 കുട്ടികളാണ്. അതിൽ ഇളയ മകൻ തീർത്തും മദ്യപാനിയാണ്. വീട്ടിലാകെ പ്രശ്നങ്ങളാണ്. ജോലിക്കൊന്നും പോകില്ല. 3 പ്രാവശ്യം ലഹരി വിരുദ്ധ കേന്ദ്രത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ പിന്നെയും വന്നിട്ട് കുടി തുടങ്ങും. ഇപ്പോൾ ആരോഗ്യപരമായും തകർന്ന അവസ്ഥയിലാണ്. പലരും വീടിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ കത്ത് പ്രോഗ്രാമിലേക്ക് അയക്കുന്നത്. ദയവായി മറുപടി തന്ന് ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് കരകയറ്റണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് പോർഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ചില വീടുകളിൽ കല്യാണ തടസ്സം അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ടുള്ള കലഹം എന്നൊക്കെ പറഞ്ഞു വരുന്ന പല ലെറ്ററുകൾ നമ്മൾ എടുക്കുന്ന സമയത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ എപ്പോഴും കാണും. അപ്പം ഈ ഒരു വീടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കിണർ വന്നിട്ടുണ്ട്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്രയും വലിയ ഒരു കിണർ വന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൽ താമസിക്കുന്ന പുരുഷന്മാർക്ക് ഏതെങ്കിലും കാര്യങ്ങൾ അഡിക്റ്റ് ആയി പോകുന്നുള്ളതാണ്. ചിലർ മദ്യപാന ശീലങ്ങളായിരിക്കാം, മറ്റു ചിലർക്കൊക്കെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ചിലപ്പം ചീട്ടുകളിയല്ലായിരിക്കാം, ഏതെങ്കിലും രീതിയിലുള്ള ദുശീലങ്ങളിൽ അഡിക്റ്റ് ആയി പോകുന്നുണ്ട്. അത് തന്നെയല്ല, പലപ്പോഴും ഇതുപോലെ മദ്യപാനത്തിൻ്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണറോ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും അതിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം ഈ ഒരു വീടിൻ്റെ മദ്യപാനത്തിൻ്റെ വിഷയത്തിൽ 99% ബാധിച്ചിരിക്കുന്നത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണറാണ്. അപ്പം ഇനിയാണെങ്കിലും ഇവർക്ക് സമയം വൈകിട്ടില്ല. ഒറ്റയടിക്ക് ചിലപ്പോൾ ഇദ്ദേഹത്തിന് മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കിണറിനെ പുറത്താക്കി മതിൽ കെട്ടിയ ശേഷം ഇവർ ചെറിയ ട്രീറ്റ്മെൻറ്റുകളോ കാര്യങ്ങളോ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം അദ്ദേഹം പതുക്കെ അതിൽ നിന്നൊക്കെ പിൻവാങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഭൂമി സംബന്ധമായിട്ട് ബാധാദോഷങ്ങളും ദുർദേവതാ ദോഷങ്ങളും ഒക്കെ ഞാൻ ഇതിൻ്റെ അത് കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ട് നല്ല ദോഷങ്ങളാണ്. കാരണം ചെറിയ നെഗറ്റീവ് ഊർജ്ജമൊക്കെ ഉള്ള വീടുകളായിരിക്കാം. കാരണം ഭൂമി സംബന്ധമായിട്ടൊക്കെയുള്ള ചെറിയ ദോഷങ്ങളൊക്കെ ഉള്ള വീടുകളാവുമ്പോൾ മദ്യപാന ശക്തി തുടങ്ങുന്ന ഈ കൂട്ടത്തിൽ ഇതങ്ങ് വളരെ ഹൈ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരിക്കലും നമുക്ക് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഇവർ ആദ്യം കിണറിനെ പുറത്താക്കി മതിലെടുത്തിരിക്കുക. 2, ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ വസ്തുവിൻ്റെ പ്ലാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് വസ്തു സൗത്ത് ഈസ്റ്റിലേക്ക് ഒരു കോണിപ്പായിട്ട് കാണുന്നുണ്ട്. കാരണം ഒരു സ്ക്വയർ ഷേപ്പിലല്ല ഇത്. അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് ഇതുപോലൊരു നീണ്ട ഒരു വസ്തുവിൽ നമ്മൾ താമസിക്കുമ്പോൾ രോഗങ്ങളും അസുഖങ്ങളും കടബാധ്യതകളും അതുപോലെ ആൺകുട്ടികളുടെ ഉന്നമനത്തിനൊക്കെ തടസ്സങ്ങളും ഒക്കെ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇവർക്ക് 2 കുട്ടികളാണ്, 2ാമത്തെ ആളെയാണ് ഇത് പൂർണ്ണമായിട്ട് ബാധിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഇപ്പം നിലവിൽ ഒരു കോണിപ്പൊക്കെയുള്ളൊരു ഭൂമിയായിട്ടാണ് കാണുന്നത്. ഈ ഭൂമി ഇവരൊരു ദീർഘചതുരാകൃതിയിലേക്ക് ഇവർ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സാമ്പത്തികപരമായിട്ടും സമ്പത്തും ഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്നതിനകത്ത് കാരണമായി തീരും. അതുപോലെ വീടിൻ്റെ കിഴക്കുവടക്ക് ഭാഗത്തായിട്ട് ഒരു ഔട്ട് ഹൗസ് തള്ളി നിൽപ്പുണ്ട്. കാരണം വീടിൻ്റെ കിഴക്കുവടക്ക് ഭാഗത്തായിട്ട് ഒരു ഔട്ട് ഹൗസ് തള്ളി നിന്ന് കഴിയുമ്പോൾ കിഴക്കുവടക്ക് ഭാഗത്തു നിന്ന് വരുന്ന എനർജികൾ മാക്സിമം ഇതിനകത്ത് കടന്നു വരുന്നതിന് തടസ്സമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇവർ മതിൽ കെട്ടുന്ന സമയത്ത് ഈ ഒരു കിഴക്കുവടക്ക് ഭാഗത്തുള്ള ഔട്ട് ഹൗസോട് കോമ്പൗണ്ടിന് പുറത്താക്കിയിട്ട് മതിൽ കെട്ടിത്തിരിക്കുകയാണെങ്കിൽ ആ ഒരു വിഷയങ്ങൾ മാറിക്കിട്ടും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തുള്ള വിഷയങ്ങൾ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇളയ മകനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് സമയം വളരെ മോശമായിട്ടുള്ള ടൈമാണ്. കാരണം രാഹുൽ ദേശയുടെ ഒരു ടൈമും കൂടാണ്. അപ്പോൾ ഇതുപോലെയുള്ള മദ്യപാനത്തിലോ അല്ലെങ്കിൽ ചീത്ത കമ്പനിയിലോ കൂട്ടുകെട്ടിലോ ഒക്കെ വന്ന് ചാടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ ഇത് ഒരു ലിമിറ്റിൽ കൂടുതൽ ഇനി ഇത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടൊക്കെയുള്ള വിഷയങ്ങളിലേക്ക് ഇപ്പം തന്നെ ഇത് കടന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കിണറിൻ്റെ വിഷയങ്ങൾ ഒരു മതിൽ കെട്ടി കോമ്പൗണ്ടിന് പുറത്താക്കി മാറ്റുക. വസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇവർ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ ഔട്ട് ഹൗസും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കിണറും നമ്മൾ കോമ്പൗണ്ട് വാൾ കെട്ടി അതിനെ പുറത്താക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും ഇവർക്ക് അതിൻ്റെ ഒരു ചേഞ്ച് ഇവർക്ക് ഫീൽ ചെയ്യും. ഇത്തരം പ്രശ്നങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും സ്വഭാവ തരത്തിലുള്ള ഒരു ദൗർബല്യങ്ങളിലേക്കും ഒക്കെ പോകുന്ന തരത്തിലുള്ള എന്തെല്ലാം വാസ്തുദോഷങ്ങളാണ് കണ്ടുവരുന്നത്? തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെ കിണറോ സെപ്റ്റി ടാങ്കോ വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മദ്യപാനത്തിലോ അല്ല ഏതെങ്കിലും രീതിയിലുള്ള മോശമായ കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലായിരിക്കും അതിൽ താമസിക്കുന്ന പുരുഷന്മാർക്ക്. അത് തന്നെയല്ല, ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് താമസിക്കുന്ന സ്ത്രീകൾ കുടിച്ചുടിപ്പോനുള്ള ടെൻഡൻസി ഉണ്ടാവാം. ഇപ്പം ഒരു
100 വീട് നമ്മൾ എടുക്കുമ്പം അതിൻ്റെ അകത്ത് ഒരു 99 വീട്ടിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതല്ല, ഡൈവേഴ്സിൻ്റെ വിഷയങ്ങൾ വരുന്ന സമയത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കംപ്ലൈൻറ്റുകളായിരിക്കും വരിക. കാരണം ചില ജാതകത്തിൽ ചിലപ്പം ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് 100% ഡൈവേഴ്സിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പലർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. അപ്പോൾ ഇവർ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും പിന്നെ ഈ ഒരു മദ്യാസക്തിയിലേക്ക് ഇവർ വീണ്ടും വഴുതി വീണ് പോകാം. അപ്പം ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തിട്ട് ഇവർ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റൂടെ ചെയ്യുവാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഇവർ പെട്ടെന്ന് വിമുക്തി നേടി പോകാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ആരോഗ്യത്തിൻ്റെ ഒരു പോർഷനുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റ് വന്നാൽ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ അകത്ത് എന്താണ് വിഷയം, ആ ഒരു വിഷയത്തിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് തീർച്ചയായും അവർക്ക് ഫീൽ ചെയ്യും. പിന്നീട് നമ്മളൊരു കറക്ഷൻ ചെയ്താൽ പിന്നീട് ആ ഒരു പ്രശ്നം വീണ്ടും ഒരിക്കലും അത് വരാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ നമ്മൾ വാസ്തുവിൻ്റെ കറക്ഷൻ എപ്പോൾ ചെയ്യുന്നോ അന്നേരം മുതൽ ആ ഒരു വിഷയം പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്കും അതുപോലെ തന്നെ സംശയ ദൂരീകരണത്തിനുമൊക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങളും സംശയ ദൂരീകരണവും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതിയറിയിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ വിടവാങ്ങുകയാണ്. മറ്റൊരു മനോഹരമായ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.